ദൈവിക സാന്നിധ്യത്തിൽ വിശ്രമം. പുറപ്പാട് പുസ്തകം 33 14 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടി പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ജീവിതം പലപ്പോഴും അവസാനമില്ലാത്ത ഒരു യാത്ര പോലെയാണ്. അനിശ്ചിതത്വത്തിൻ്റെ വഴികൾ, ഭാരമുള്ള ചുമതലകൾ, ശക്തി ക്ഷയിച്ചു പോകുന്ന നിമിഷങ്ങൾ. അത്തരത്തിലുള്ള സമയങ്ങളിലാണ് ദൈവം അളക്കുവാനാകാത്ത ആശ്വാസം നമുക്ക് നൽകുന്നത്. ദൈവിക സാന്നിധ്യം നമ്മോടുകൂടി പോരും. ഇതൊരു മാർഗദർശനം മാത്രമല്ല, കൂട്ടായ്മയും സംരക്ഷണവും സമാധാനവും കൂടിയാണ്. മോശ ഇതിൻ്റെ ആഴം മനസ്സിലാക്കിയിരുന്നു. ഇസ്രായേലിനെ മുൻപോട്ട് നയിക്കുവാനായി ദൈവം തന്നോട് പറഞ്ഞപ്പോൾ മോശ അധികാരമോ തന്ത്രങ്ങളോ അല്ല ചോദിച്ചത്. താൻ ചോദിച്ചത് ഒരു കാര്യമാണ്: യഹോവയുടെ സാന്നിധ്യം ഞങ്ങളോടുകൂടി പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് അയക്കരുതേ. യഥാർത്ഥ വിശ്രമം പ്രശ്നങ്ങളില്ലാത്ത ജീവിതമല്ല, മറിച്ച് ദൈവത്തിൻ്റെ അടുപ്പമാണ്. ആത്മീക രഹസ്യം ഇതിൽ മറഞ്ഞിരിക്കുന്നുണ്ട്. ഒരു ചെറിയ കഥ. ഒരു കുഞ്ഞ് രാത്രിയിലെ ഇരുണ്ട വഴിയിൽ കൂടി നടക്കാൻ ഭയപ്പെട്ടു. എന്നാൽ തൻ്റെ പിതാവിൻ്റെ കൈ പിടിച്ചപ്പോൾ ഇരുട്ട് മാറിയില്ല, എങ്കിലും തൻ്റെ ഹൃദയത്തിനുള്ള ഭയം മാറി. ദൈവ സാന്നിധ്യം ധൈര്യം പകരുന്നു. അവൻ്റെ സാന്നിധ്യം എല്ലായ്പ്പോഴും താഴ്വരകൾ മാറ്റണമെന്നില്ല, എന്നാൽ അതിൽ കൂടി നടന്നു പോകുവാനുള്ള ശക്തിയും ധൈര്യവും നമുക്ക് നൽകുന്നു. ഇന്ന് നിങ്ങൾ എന്തിനെ നേരിടുകയാണെങ്കിലും ദൈവ സാന്നിധ്യമാണ് നിങ്ങളുടെ വിശ്രമമെന്ന് തിരിച്ചറിയുക. അവനിൽ ആശ്രയിക്കുക, അവനോടൊപ്പം നടക്കുക. ലോകത്തിന് നൽകുവാൻ കഴിയാത്ത സമാധാനം നിങ്ങൾ അനുഭവിക്കും. വിശ്രമം ഒരു സ്ഥലത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല, അത് ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ടതാണ്. ഗോഡ് ബ്ലസ് യു.